എടാ അക്കു, നീ പറഞ്ഞ പോലെ നിന്റെ നാട് സൂപ്പറാണല്ലോടാ. ഒന്നും ആയിട്ടില്ല മോനെ മാധവ്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. എടാ, എത്താനായോ? അക്കുവിൻ്റെ ഫ്രണ്ട് മനു എന്ന മാനവാണ്. ഇല്ലടാ, ഇത്തിരി ദൂരം കൂടിയുണ്ട്. വഴിയിൽ ഏതെങ്കിലും ചായക്കട കണ്ടാൽ നിർത്തണേ. സുധീഷ് എന്ന സുധിയാണ്. ഇനി ഇവർ ആരൊക്കെയാണെന്ന് നോക്കാം. ആകാശ് എന്ന അക്കുവിൻ്റെ നാടു കാണാൻ കൂടെ കൂടിയ കൂട്ടുകാരാണ് മാനവ്, സുധീഷ്, പിന്നെ നമ്മുടെ കഥാനായകൻ മാധവ് എന്നിവർ. ഇവർ നാലുപേരും ഡോക്ടർമാരാണ്. ബാംഗ്ലൂരിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് നാലുപേരും വർക്ക് ചെയ്യുന്നത്. പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള ആകാശിൻ്റെ മാണിക്യപുരം എന്ന നാട്ടിലേക്ക് 10 ദിവസത്തെ ലീവ് എടുത്ത് വന്നിരിക്കുകയാണ് അവർ. അവരുടെ കാർ മന്ദാരം എന്നെഴുതിയ വീടിന് മുന്നിലെത്തി. ഉമ്മറത്ത് തന്നെ ആകാശിൻ്റെ അച്ഛൻ രാഘവൻ, അമ്മ മാലിനി, അനിയൻ ആദിഷ് എന്ന ആദി എന്നിവർ നിൽക്കുന്നുണ്ടായിരുന്നു. കയറി വാ മക്കളെ. രാഘവൻ സ്നേഹത്തോടെ അവരെ അകത്തേക്ക് വിളിച്ചു. എല്ലാവരും സന്തോഷത്തോടെ അകത്തേക്ക് കയറി. എല്ലാവരും പോയൊന്ന് ഫ്രഷായി വരൂ, അപ്പോഴേക്കും ഭക്ഷണം എടുത്തു വെക്കാം, മാലിനി പറഞ്ഞു. മാധവനും മാനവിനും ഒരു മുറിയും സുധീഷ് ആകാശിന്റെ ഒപ്പവുമാണ് നിന്നത്. ഫ്രഷായി ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ് മാധവ്. ആ സമയത്താണ് തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഒരു ബഹളം കേട്ടത്. എടി നശൂലമേ, ആരെങ്കിലും ഉമ്മറത്ത് വരുമ്പോൾ എഴുന്നള്ളരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിന്റെ മോന്ത കണ്ടാ തീർന്നു. പിന്നെ ഇങ്ങോട്ടാരും വരില്ല. സുശീല എന്ന് പറയുന്ന സ്ത്രീ ഉറക്കെ പറയുകയാണ്. ആ സമയത്തെല്ലാം അവർക്ക് മുൻപിൽ നിറകണ്ണുകളോടെ നിസ്സഹായിയായി ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. ഒരു 25 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരുവൾ. മാധവിന് അവളുടെ മുഖം വ്യക്തമായില്ല. പക്ഷേ ആ പെൺകുട്ടിയിലെ വേദന അവനിലും പകരുന്ന പോലെ തോന്നി. ഡാ മാധവ്, വാ, അമ്മ വിളിക്കുന്നു. ആകാശ് അവനെ വന്ന് വിളിച്ചു. ഡാ, ആ വീട്ടിലാരാ താമസിക്കുന്നത്? ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ വഴക്ക് പറയുന്നത് കേട്ടു. അത് സുശീലാമ്മയുടെ വീടാണ്. ആ പെൺകുട്ടി ധ്വനി അവരുടെ മകന്റെ ഭാര്യയാണ്. വലിയൊരു ട്രാജഡിയാണ് ആ കുട്ടിയുടെ കാര്യം. സുശീലാമ്മയുടെ മകൻ മണികണ്ഠന്റെ ഭാര്യയാണ് ധ്വനി. അയാൾക്ക് 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു. ധ്വനിക്ക് അച്ഛനും അമ്മയും ഇല്ല. ഒരമ്മാവൻ്റെ വീട്ടിലാണ് വളർന്നത്. അവർ ബാധ്യത ഒഴിവാക്കാൻ ചെയ്തതാ ഈ വിവാഹം. പക്ഷെ വിവാഹത്തിൻ്റെ അന്ന് വൈകുന്നേരം കൂട്ടുകാരുടെ കൂടെ കുടിച്ചു വരുമ്പോൾ മണികണ്ഠൻ പാറമടയിൽ കാല് തന്നെ വീണു മരിച്ചു. താലി കഴുത്തിൽ വീണ് മണിക്കൂറുകൾ കൊണ്ട് തന്നെ വിധവയാകേണ്ടി വന്നു അവൾക്ക്. അവളുടെ ദോഷമാണ് അയാളുടെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞാണ് ആ പാവത്തിനെ എല്ലാവരും കൂടി ഉപദ്രവിക്കുന്നത്. അവരുടെ ഇളയ മകൻ കൂടെ വിവാഹം കഴിച്ചപ്പോൾ അത് ഒരു നരകമാണ് അവൾക്ക്. അവർക്കവൾ കാശ് കൊടുക്കേണ്ടാത്ത വേലക്കാരിയാണ്. വാ, അത് പറഞ്ഞാൽ തീരില്ല. അമ്മ കുറേ നേരമായി വിളിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും കൂട്ടുകാരോടൊപ്പം കറങ്ങുമ്പോഴുമെല്ലാം അവൻ്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വേദനയുണ്ടായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ ഉറക്കം മുറുകാത്തതിനാൽ അടുത്തുള്ള കുളത്തിലേക്ക് വന്നതാണ് മാധവ്. മുങ്ങി നിവരുന്ന സമയത്താണ് അവിടേക്ക് ധ്വനി വന്നത്. ഒരു തുളസിക്കതിരിൻ്റെ നൈർമല്യം പോലെ ഒരു പാവം പെൺകുട്ടി. അരയ്ക്കൊപ്പം മുടിയും വിടർന്ന ഒക്കെയായി ഒരു സാധു പെൺകുട്ടി. അവൾ അവനെ കണ്ട ഞെട്ടലിലായിരുന്നു. പേടിക്കേണ്ട കുട്ടി, കുളിച്ചോളൂ, എൻ്റെ കഴിഞ്ഞു, മാധവ് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി. അവൾ വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങി. പെട്ടെന്നാണ് അവൾ തലകറങ്ങി വീഴാൻ പോയത്. മാധവ് അവളെ പിടിച്ചുകൊണ്ട് അവിടെയുള്ള പടിയിലേക്കിടത്തി. എടോ, തൻ്റെ BP കുറവാണല്ലോ, എന്തുപറ്റി? ഒന്നും കഴിച്ചില്ലേ ഇന്നലെ? അവൻ്റെ ചോദ്യത്തിൽ അവൾ മുഖം താഴ്ത്തി. പറയടോ. അവൾ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. കഴിഞ്ഞ രാത്രി സുശീല തന്നെ പട്ടിണിക്കിട്ട വിവരം അവൾക്ക് മാധവിനോട് പറയേണ്ടി വന്നു. അവൻ അപ്പോൾ തന്നെ അവളെ അവിടെ ഇരുത്തി വീട്ടിലേക്ക് ഓടി. റൂമിൽ വന്ന് തൻ്റെ ബാഗിലുണ്ടായിരുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ കൂടെടുത്ത് പെട്ടത് തന്നെ തിരികെ വന്നു. അത് അവൾക്ക് നീട്ടുമ്പോൾ ആ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. നന്ദിയോടെ അവൾ അവനെ നോക്കി. കഴിക്ക്. അവൻ അവൾക്കത് നീട്ടി. ഒരെണ്ണം എടുത്ത് വായിൽ വെച്ച് അവൾ അവനെ വീണ്ടും നോക്കി. എന്തുപറ്റി? മാധവ് ചോദിച്ചു. ഞാൻ ഞാൻ ആദ്യമായിട്ട് കഴിക്കാം ബിസ്ക്കറ്റ്. വീട്ടിലുണ്ടാവും, എനിക്കാരും തരാറില്ല. മാധവിന് ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് നെഞ്ചു വിങ്ങി. അന്നുണ്ടായ സംഭവങ്ങൾ അവൻ കൂട്ടുകാരോട് പങ്കുവെച്ചു. അവർക്കും അവളുടെ അവസ്ഥയോർത്തപ്പോൾ വിഷമം തോന്നി. പിന്നീടുള്ള ദിവസങ്ങളിൽ പലപ്പോഴായി അവൻ അവളെ കണ്ടിരുന്നു. ഒരു പുഞ്ചിരി അവൾ അവനായി നൽകും. ഇടയ്ക്കൊക്കെ അവൻ എന്തെങ്കിലും കഴിക്കാനായി വാങ്ങി രാവിലെ കുളക്കടവിൽ അവൾക്ക് എത്തിച്ചു കൊടുത്തു. മാധവിൻ്റെ മനസ്സിൽ എപ്പോഴോ ആ പെൺകുട്ടി സ്ഥാനം പിടിച്ചിരുന്നു. ഒരു ദിവസം എല്ലാവരും കൂടെ ആകാശിൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴാണ് ഉറക്കെയുള്ള ഒരു കരച്ചിൽ കേട്ടത്. അത് ധ്വനിയുടേതാണെന്ന് മാധവിന് പെട്ടെന്ന് മനസ്സിലായി. എല്ലാവരും ഞെട്ടിയെണീറ്റു. വീടിൻ്റെ മുറ്റത്തേക്ക് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു കൊടുന്ന് സുശീല ഒരൊറ്റ തള്ളലായിരുന്നു. അവിടെയുള്ള ഒരു കല്ലിൽ തട്ടി അവളുടെ നെറ്റി പൊട്ടി. ഞാൻ എടുത്തിട്ടില്ലമ്മേ, അവൾ കൈകൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട്. ആ സമയത്ത് അവരുടെ രണ്ടാമത്തെ മകൻ വന്ന് അവളുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചത്.
എൻ്റെ ഭാര്യയുടെ മാല മോഷ്ടിച്ച് കള്ളം പറയുന്നോടി. അവൻ അവളെ അടിക്കാൻ വീണ്ടും കൈ ഉയർത്തി. എന്നാൽ ആ നിമിഷം ആ കൈയിൽ മാധവിൻ്റെ പിടി വീണിരുന്നു. കരഞ്ഞു തളർന്നു നിൽക്കുന്ന ധ്വനിയെ കണ്ട് അവൻ്റെ നിയന്ത്രണം തെറ്റി. അവൻ അയാളെ തലങ്ങും വിലങ്ങും തല്ലി. സുശീല വാവിട്ട് കരഞ്ഞു. എടി ഉരുമ്പെട്ടവളെ, നീ കാരണം എൻ്റെ കുഞ്ഞിനെ ഏതോ ഒരുത്തൻ പട്ടിയെ പോലെ തല്ലുന്നു. എന്നാൽ മാധവ് അടി നിർത്തിയില്ല. സത്യം പറയടോ, ആ മാല എവിടെ? തല്ലുകൊണ്ട് വശം കെട്ട അയാൾ അവസാനം ആ മാല കടയിൽ പോയി വിറ്റ കാര്യം തുറന്നു പറഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട ദേഷ്യം ആ സ്ത്രീ തീർത്തത് അവളുടെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടായിരുന്നു. നീ ഇനി ഇവിടെ ജീവിക്കണ്ട, ഇപ്പോൾ ഇറങ്ങണം, അവർ പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് അവരോട് അപേക്ഷിച്ചു. ആ സമയത്താണ് മാധവ് അവളെ വന്ന് പിടിച്ചത്. അവളുടെ ബാഗ് കയ്യിലെടുത്ത് അവൻ അവളുമായി ആ വീടിൻ്റെ പടിയിറങ്ങി. ആകാശിൻ്റെ വീട്ടിലെത്തിയ അവൻ അവരോടായി പറഞ്ഞു, ഞാൻ ഇവളെ എൻ്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാനായി തീരുമാനിച്ചു കഴിഞ്ഞു. ധ്വനി ഒരു ഞെട്ടലോടെ അവനെ നോക്കി. നിന്നോട് പോലും അനുവാദം ചോദിക്കാതെ ഞാൻ എൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. അങ്കിൾ, ആൻറ്റി, ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, അവൻ അവരോട് പറഞ്ഞു. രാഘവനും മാലിനിയും നിറഞ്ഞ മനസ്സോടെ അവരെ അനുഗ്രഹിച്ചു. മാനവും സുധീഷും അവരോടൊപ്പം ഉണ്ടായിരുന്നു. യാത്രയിലുടനീളം വല്ലാത്ത ടെൻഷനിലായിരുന്നു ധ്വനി. തൻ്റെ ജീവിതയാത്രയുടെ അവസാനമാണോ ആരംഭമാണോ എന്നറിയാതെ അവൾ തളർന്നു. ആ നിമിഷമാണ് മാധവ് അവളെ ചേർത്ത് പിടിച്ചത്. താൻ പേടിക്കണ്ട, ശരിക്കും ഇഷ്ടം തോന്നിയിട്ട് തന്നെയാണോ കൂടെ കൂട്ടുന്നത്? അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു നിന്നിരുന്നു. സ്വരം എന്നെഴുതിയ വീടിന് മുന്നിൽ അവരുടെ വണ്ടി എത്തി നിന്നു. മാധവ് അവളുടെ കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ടിറങ്ങി. ആ നിമിഷം ഒരു കൈയിൽ നിലവിളക്കുമായി ലക്ഷ്മിയും നിറഞ്ഞ സന്തോഷത്തോടെ അച്ഛൻ ദേവനും അനിയത്തി സ്വരയും അങ്ങോട്ട് വന്നു. ആകാശിനോട് തൻ്റെ വീട്ടിൽ വിളിച്ച് സംസാരിക്കുവാൻ ഏൽപ്പിച്ചിട്ടാണ് മാധവ് അവിടെ നിന്നും ഇറങ്ങിയിരുന്നത്. തങ്ങളുടെ മകൻ കണ്ടെത്തിയ പെൺകുട്ടിയെ ആ കുടുംബം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ലക്ഷ്മി നൽകിയ നിലവിളക്കുമായി ധ്വനി മാധവിൻ്റെ ജീവിതത്തിലെ പ്രകാശമായി ആ വീടിൻ്റെ പടികൾ കയറി. ശുഭം. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.